വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 12 വാക്യങ്ങൾ 44 മുതൽ 50 വരെ. വിശ്വസിക്കുന്നവൻ അന്ധകാരത്തിൽ വസിക്കുന്നില്ല. ഈശോ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിലല്ല, എന്നെ അയച്ചവനിലാണ് വിശ്വസിക്കുന്നത്. എന്നെ കാണുന്നവൻ എന്നെ അയച്ചവനെ കാണുന്നു. എന്നിൽ വിശ്വസിക്കുന്നവരാരും അന്ധകാരത്തിൽ വസിക്കാതിരിക്കേണ്ടതിന് ഞാൻ വെളിച്ചമായി ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. എൻ്റെ വാക്കുകൾ കേൾക്കുന്നവൻ അവ പാലിക്കുന്നില്ലെങ്കിലും ഞാൻ അവനെ വിധിക്കുന്നില്ല. കാരണം ഞാൻ വന്നിരിക്കുന്നത് ലോകത്തെ വിധിക്കാനല്ല, രക്ഷിക്കാനാണ്. എന്നാൽ എന്നെ നിരസിക്കുകയും എൻ്റെ വാക്കുകൾ തിരസ്കരിക്കുകയും ചെയ്യുന്നവനെ ഒരു വിധികർത്താവുണ്ട്. ഞാൻ പറഞ്ഞ വചനം തന്നെ അന്തിമനാളിൽ അവനെ വിധിക്കും. എന്തെന്നാൽ ഞാൻ സ്വമതയാ അല്ല സംസാരിച്ചത്. ഞാൻ എന്തു പറയണം, എന്തു സംസാരിക്കണമെന്ന് എന്നെ അയച്ച പിതാവ് തന്നെ എനിക്ക് കൽപ്പന നൽകിയിരിക്കുന്നു. അവിടുത്തെ കൽപ്പന നിത്യജീവനാണെന്ന് ഞാൻ അറിയുന്നു. അതിനാൽ ഞാൻ പറയുന്നതെല്ലാം പിതാവ് എന്നോട് കൽപ്പിച്ച പോലെ തന്നെയാണ്. സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കായിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം അധ്യായം 3 വാക്യങ്ങൾ 6 മുതൽ 13 വരെ. വിശ്വാസവും ഐക്യവും വളർത്തുക. ഇപ്പോൾ തിമോത്തിയോസ് നിങ്ങളുടെ വിശ്വാസത്തെയും സ്നേഹത്തെയും സംബന്ധിക്കുന്ന വാർത്തയുമായി ഞങ്ങളുടെ അടുത്ത് മടങ്ങിയെത്തി. നിങ്ങൾക്ക് ഞങ്ങളെപ്പറ്റി എപ്പോഴും നല്ല ഓർമ്മകളാണുള്ളതെന്നും ഞങ്ങൾ നിങ്ങളെ എന്ന പോലെ നിങ്ങൾ ഞങ്ങളെയും കാണാൻ ആഗ്രഹിക്കുന്നെന്നും അവൻ അറിയിച്ചു. ഇക്കാരണത്താൽ സഹോദരരെ, എല്ലാ സങ്കടങ്ങളിലും ഞെരുക്കങ്ങളിലും നിങ്ങളുടെ വിശ്വാസം മൂലം ഞങ്ങൾ ആശ്വസിപ്പിക്കപ്പെട്ടു. ഇപ്പോൾ ഞങ്ങൾ ജീവിക്കുന്നെങ്കിൽ അത് നിങ്ങൾ കർത്താവിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ടാണ്. ദൈവസന്നിധിയിൽ നിങ്ങൾ മൂലം ഞങ്ങൾ അനുഭവിക്കുന്ന വലിയ സന്തോഷത്തിന് നിങ്ങളുടെ പേരിൽ നമ്മുടെ ദൈവത്തിന് എങ്ങനെ നന്ദി പ്രകാശിപ്പിക്കും? നിങ്ങളെ മുഖാമുഖം കാണുന്നതിനും നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് നികത്തുന്നതിനും വേണ്ടി ഞങ്ങൾ രാപ്പകൽ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ പിതാവായ ദൈവം തന്നെയും നമ്മുടെ കർത്താവായ ഈശോയും നിങ്ങളുടെ അടുത്തേക്ക് ഞങ്ങളെ വഴി നടത്തട്ടെ. ഞങ്ങൾക്ക് നിങ്ങളോടുള്ള പോലെ നിങ്ങൾക്ക് തമ്മിലും മറ്റെല്ലാവരോടുമുള്ള സ്നേഹം കർത്താവ് വളർത്തി സമൃദ്ധമാക്കട്ടെ. നമ്മുടെ കർത്താവായ ഈശോ തൻ്റെ സകല വിശുദ്ധരോടും കൂടെ വരുമ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങൾ നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ വിശുദ്ധിയിൽ കുറ്റമറ്റതായി സ്ഥിരപ്പെടുത്തട്ടെ.